ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ പോയ ശേഷം നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ എന്താണോ അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ വന്നിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. കണ്ടില്ല, ഈ ഒരു ഫോട്ടോ ഇതാ 2 സെക്കൻഡ് വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ വന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സർക്കിൾ ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക. മീൻസ് ഇതേപോലെ മീൻസ് ആ ഒരു സർക്കിളല്ല, ആ ഒരു സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക ആ ഒരു സർക്കിൾ. ശേഷം നമ്മൾ ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂളിൽ വരിക. ശേഷം ഒരു കീ ഫ്രെയിം ഇതേപോലെ ഇവിടെ ആഡ് ചെയ്യുക. ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിൽ കൊണ്ടുപോകുക. ശേഷം നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് വന്ന് ഇതേപോലെ സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര സൂം ഔട്ടാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾ സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് ഇത് വന്ന് എൻഡിലായി സെറ്റ് ചെയ്യാം. ശേഷം നമ്മൾ 4ാമത്തെ കർവ് സെലക്ട് ചെയ്ത് ഈ ഒരു കർവ് വന്ന് ഈ ഒരു രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം നമ്മൾ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കാം, കാരണം എല്ലായിടത്തും ഈ ഒരു കർവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ അല്ലേ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോവുക, മാസ്കിൽ വരിക, അതിൽ മാസ്ക് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു സ്കെയിൽ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫോട്ടോയും ചെയ്ത് കൊടുക്കുക. മീൻസ് സ്കെയിൽ ടൂളിൽ വരിക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ കൊടുക്കുക. ദെൻ നമ്മൾ അഗെയിൻ ഒരു കീ ഫ്രെയിം, ദെൻ നമ്മളത് ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത്ര സൂം ഔട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു രീതിക്ക് ആ ഒരു കീ ഫ്രെയിമും എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾക്ക് നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അല്ലേ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു 2 ലെയർ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ കാണുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക, ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സർക്കിളിൻ്റെ ഒരു റേഞ്ചോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ആ റേഞ്ചിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പം ഈ ഒരു രീതിക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ശേഷം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ശേഷം നമ്മൾ ഇതിനും നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സർക്കിളിൻ്റെ വലിപ്പം മീൻസ് ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ വലിപ്പമാണ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ നമ്മളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂളിൽ വരിക. ശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ 2 എണ്ണമായി കിട്ടും. ഇതിൽ നമ്മൾ മുകളിലത്തത് വന്നൊരു 217, താഴത്തെ വന്നൊരു 170 ആ ഒരു റേഞ്ചിൽ. മീൻസ് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു സൈസ് ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾ ആ ഒരു രീതിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു വാല്യൂവിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു സർക്കിൾ എടുക്കുക. സർക്കിൾ എടുത്തിട്ട് ആ ഒരു സ്ക്വയറിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ മൂവ് ടൂളിൽ വന്നിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു 3 ഡോട്ടിൽ നമുക്ക് കറക്റ്റ് കിട്ടും. ശേഷം ഇതേപോലെ കറക്റ്റ് മൂവ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാം. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റാം. ആണല്ലേ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു 3 ലെയർ, അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത റെക്റ്റാങ്കിൾ പിന്നെ ആ ഒരു 2 സർക്കിൾ ഗ്രൂപ്പ് ചെയ്യാം. ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു സർക്കിളിന് ഇത്ര വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, മുകളിലത്തെ ലെയർ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ദെൻ നമ്മൾ ആ ഒരു രീതിക്ക് ആ ഒരു സർക്കിളും സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു സർക്കിൾ മൂവ് ചെയ്ത് ഇതിൻ്റെ സെൻട്രലായി വെച്ച് നോക്കുക. ശേഷം അതിന് കണക്കായിട്ടുള്ള റേഡിയസും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. മീൻസ് സൂം ഔട്ട് ആ ഒരു സർക്കിളിന് കണക്കായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളടുത്ത് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ താഴെ ആഡ് ചെയ്ത ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം.
ഓക്കെ, താഴെ ആഡ് ചെയ്ത ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം നമ്മൾ സ്കെയിൽ ടൂൾ വരിക, ഒന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് അത് നമ്മൾക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ആൻഡ് ഫില്ലിൽ പോവുക. ശേഷം അതിൻ്റെ കളർ നമ്മൾ വൈറ്റോ ബ്ലാക്കോ എന്തെങ്കിലും ആയി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ലെയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു താഴെയുള്ള 2 ലെയർ സെലക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു രീതിക്ക് ആ ഒരു റെക്റ്റാങ്കിൾ മീൻസ് ആ ഒരു സംഭവം നമുക്ക് കിട്ടും. ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കളർ ആൻഡ് ഫില്ല് വരിക, നിങ്ങൾ ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു കളറാണോ താല്പര്യം ആ ഒരു കളർ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മളത് സെറ്റാക്കി എടുക്കുക. ദെൻ നമ്മളിനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ഫോട്ടോ സെൻട്രലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ആ ഒരു താഴെയുള്ള ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ എല്ലാ റൊട്ടേറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 7 ഡിഗ്രിയാണ് ഞാൻ കൊടുക്കുന്നത്. ശേഷം സ്കെയിൽ ടൂൾ വന്ന് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് സ്കെയിൽ ടൂൾ വന്നിട്ട് അതിൻ്റെ ഒരു സൈസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അവിടത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിലുള്ള ആ ഗ്രൂപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് ഒന്നും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഈ മുകളിലെ ലെയർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു 3 സെക്കൻഡിലേക്ക്. അതുപോലെ തന്നെ താഴെയുള്ള ലെയറും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 1 സെക്കൻഡിൽ വന്ന് ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂളിൽ വരിക, ഇതേപോലെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലെത്തണ്ട, എൻഡിന് കുറച്ച് മുമ്പായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് അത് മൂവ് ചെയ്യിക്കാം. ആ ഒരു ഫോട്ടോ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു സെയിം കർവ് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ദെൻ നമ്മൾ എഗെയിൻ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിക്ക് അടുത്തൊരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. ദെൻ നമ്മളത് താഴേക്ക് സെറ്റ് ചെയ്യാം, ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്കെയിൽ ടൂളിൽ വരിക. ദെൻ നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ കീ ഫ്രെയിം ആഡ് ചെയ്തില്ലേ, അതേ ആ ഒരു പോയിന്റിൽ സ്കെയിൽ ടൂളിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ഏതൊരു സൈഡിൽ നിന്നാണോ വരേണ്ടത് ആ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ മുകളിൽ നിന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു സൈഡിലേക്ക് ആ ഒരു കീ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഒരു എൻഡ് വരെ സെറ്റ് ചെയ്യാം, ഇതേപോലെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാം. ദെൻ നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ കളർ നിങ്ങൾക്ക് ഏതൊരു കളറാണോ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടത് ആ ഒരു രീതിക്ക് കളർ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു ട്രാൻസിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും കൂടുതൽ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതേ മോഡൽ നിങ്ങൾക്ക് വേറെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് കുറേ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഏകദേശം ഈ ഒരു സ്റ്റൈൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.